ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതവണ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ കാര്യമാണ്. ഫാത്തിമ നീ സ്വർഗ്ഗത്തിലാ, ഫാത്തിമ നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം തന്നിട്ടുണ്ട്. ഫാത്തിമ നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തന്നിട്ടുണ്ട്. ഫാത്തിമ പക്ഷേ നിനക്കൊരിക്കലും അഹങ്കാരം വരാൻ പാടില്ല ഫാത്തിമ. നിനക്കൊരിക്കലും നല്ല അഹങ്കാരം വന്നു പോവാൻ പാടില്ല ഫാത്തിമ. ഞാൻ മുത്തുനബിയുടെ മകളാണ്, ഞാനൊരു പ്രവാചകന്റെ മകളാണ്, ഞാനൊരു പ്രവാചകന്റെ പൊന്നുമോളാ, അലിയാർ തങ്ങളെ പൊന്നു ഭാര്യയാ, ഹസൈൻ ഹുസൈനോരുടെ ഉമ്മയാണ്. നീ എന്റെ മോളാണെന്ന് കരുതിയിട്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു തരി പോലെ അസൂയ വരാൻ പാടില്ല, കിബർ വരാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. എല്ലാ ദിവസവും ഹബീബായ തങ്ങളുടെ അടുക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഏത് സമയത്ത് മുത്തുനബിയുടെ സമീപത്തുണ്ടാകുമല്ലോ. എല്ലാവരും ഇഷ്ടമാണ് ബീവി ഫാത്തിമ ബീവിയെ. മുത്തുനബിക്ക് അള്ളാന്റെ ഹബീബിന്റെ കരളിലുള്ള കഷ്ണമാണെന്ന് മുത്തുനബി ഒരാളെ കുറിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കരളിലുള്ള കഷ്ണമാണ് ഫാത്തിമ, എന്റെ പൊന്നാണ് ഫാത്തിമ, എന്റെ പൊന്നുമോളാണ് ഫാത്തിമ. പടച്ചവനെ, ഈ ഉമ്മമാരെ പാവങ്ങളാ, ഈ ബാപ്പമാരെ പാവങ്ങളാ, ഈ സഹോദര സഹോദരിമാരെ സാധുക്കളാണ് റബ്ബേ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗം നൽകണേ അല്ലാ, സ്വർഗ്ഗം നൽകണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. അവരുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ, അവരെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മദീനയിൽ പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, ഉംറക്ക് പോകുമ്പോ ജന്നത്തുൽ ബഖീ